ഹലോ, ഇന്ന് നമുക്കൊരു ലോങ് വീഡിയോ ആയാലോ? അതെ, നമുക്കിന്ന് ട്രിങ്കറ്റ് സെറ്റാക്കി എടുക്കാം. ഒന്നല്ല, 2 ട്രിങ്കറ്റ് സെറ്റാക്കാം. അതെ, അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു ക്ലേ നമ്മൾ കട്ടിയെടുക്കുന്നുണ്ട്. ബാക്കിയുള്ള പോർഷൻസ് അപ്പം തന്നെ ക്ലോസ് ചെയ്ത് വെച്ചോളൂ കേട്ടോ, അല്ലെങ്കിൽ പിന്നെ പണി കിട്ടി. അതെ, ഇതുപോലെ നല്ല രീതിയിൽ നമ്മളൊന്ന് സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. നല്ലത് ചപ്പാത്തി മാവ് കുഴക്കുന്ന പോലെ തന്നെ കുഴച്ചെടുക്കണം കേട്ടോ. കുഴച്ചിട്ടില്ലെങ്കിൽ എന്താ പണി കിട്ടുകയെന്ന് ഞാൻ ഈ വീഡിയോയിൽ തന്നെ കാണിച്ചു തരാം. നല്ല രീതിയിലൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു ബോട്ടിൽ വെച്ചിട്ട് ചപ്പാത്തി പരത്തുന്നത് പോലെ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. തിരിച്ചും മറിച്ചിട്ട് നമ്മൾ ഒരേ ലെവലിലൊന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. വലിയ ബോട്ടിലാണെങ്കിൽ ഒന്നുകൂടി ഈസി ആയിരിക്കും കേട്ടോ, ലെവൽ ഈക്വൽ ആവാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ലൈൻസ് വന്ന് കിടക്കും. നമ്മുടെ ഐഡിയ അനുസരിച്ച് ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ട ലൈൻസ് ഒന്ന് അതിൽ റഫായിട്ടൊന്ന് വരച്ചു കൊടുക്കുക. നമുക്ക് ഏതാ ഷേപ്പ് വേണ്ടതെന്ന് വെച്ചാൽ അതിൽ നമ്മൾ റഫായിട്ടൊന്ന് ഇതുപോലെ വരച്ചെടുക്കുന്നുണ്ട്. ഫസ്റ്റ് നമ്മൾ ഓവൽ ഷേപ്പാണ് ഇവിടെ വരച്ചെടുക്കുന്നത്. എന്നിട്ട് നമുക്ക് വേണ്ടത് അതിലൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിൻ്റെ എക്സസ് ആയ പോർഷൻസ് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇതൊന്ന് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് വെള്ളം ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ കറക്റ്റ് നമുക്ക് ആ ഷേപ്പ് കിട്ടും. എന്നിട്ട് ഇതുപോലെ ഒരു ടൂളോ അല്ലെങ്കിൽ ഫിംഗേഴ്സോ യൂസ് ചെയ്തിട്ട് അതുള്ളിലേക്കൊന്ന് പുഷ് ചെയ്ത് കൊടുക്കുക. ഇത് ഇങ്ങനെ ഒരു കേർവ് ടൈപ്പിൽ. ഇടയ്ക്ക് മിസ്റ്റേക്സോ പറ്റും, അതൊന്ന് ശരിയാക്കി എടുക്കുക. നമ്മൾ ആർട്ടിസ്റ്റ് ഒന്നുമല്ലല്ലോ, ക്ലേ ആർട്ടിസ്റ്റ് ഒന്നുമല്ലല്ലോ. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ചെറിയ തെറ്റുകളൊക്കെ പറ്റും, ഒക്കെ നമ്മളത് ശരിയാക്കി എടുക്കുക. ബട്ട് ആക്ച്വലി ഇത് ചെയ്യാൻ നല്ല ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഭയങ്കര രസം അത് ചെയ്യാൻ. അങ്ങനെ എല്ലാ സൈഡ്സും നമ്മളിത് ഉള്ളിലേക്കൊന്ന് പുഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ഫിംഗേഴ്സ് വെച്ചിട്ടൊന്ന് കേവ് ഒന്ന് മോൾഡ് ചെയ്ത് കൊടുക്കുക. ചിലതിങ്ങനെ സൈഡ് ചെരിഞ്ഞൊക്കെ പോകുന്നുണ്ട്, അതൊന്ന് ഫിംഗേഴ്സിന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെള്ളം യൂസ് ചെയ്തിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അതിൻ്റെ ടോപ്പ് പോർഷനും ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കേവ് പോലെ ഒന്ന് സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ പോർഷൻസും നമുക്കൊന്ന് പതുക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് പിന്നെ നമ്മളുടെ ഫിംഗേഴ്സ് യൂസ് ഫിനിഷിംഗ് വർക്കും കൂടെ ഒന്ന് ജസ്റ്റ് ചെയ്യാം. പിന്നെ അതിൻ്റെ അഡ്ജസ്റ്റ് ഒക്കെ ഒന്ന് ഹൈറ്റിൽ പോലെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫിംഗേഴ്സ് കൊണ്ട് ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് പുഷ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് ഇങ്ങനെ കുറച്ച് വെള്ളം കൂടെ യൂസ് ചെയ്താൽ ഒന്ന് ഫിനിഷിങ്ങിൽ നിൽക്കുക. അങ്ങനെ എല്ലാം നമ്മളൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഒന്ന് മോൾഡായി നിൽക്കാൻ വേണ്ടിയിട്ട് ഇത് വെള്ളം യൂസ് ചെയ്താൽ ഇത് വൃത്തി പോലെ നിൽക്കും കേട്ടോ. ഇനി അതെ, നമ്മളുടെ ഈ ട്രിങ്കറ്റിൻ്റെ പണി ഓൾമോസ്റ്റ് സെറ്റായി. നമുക്കത് ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. നെക്സ്റ്റ് നമുക്ക് വേറെ ട്രിങ്കറ്റിൻ്റെ ബേസ് ഉണ്ടാക്കിയെടുക്കാം. ഇത് ഞാൻ പറഞ്ഞില്ലേ, പണി കിട്ടും നല്ല രീതിയിൽ കുഴച്ചിട്ടില്ലെങ്കിൽ അതാണ് ഈ സംഭവം. ഇതുപോലെ എടുക്കാൻ നമുക്ക് ഒരിക്കലും കിട്ടില്ല കേട്ടോ. അത് പൊട്ടിപ്പൊടിഞ്ഞ് ഇങ്ങോട്ട് കയ്യിൽ പോരും. അപ്പോൾ നമുക്ക് മനസ്സിലായില്ലേ? നമ്മൾ നല്ല രീതിയിലൊന്ന് വേറെ കുഴച്ച് പരത്തിയെടുത്തിട്ടുണ്ട്. നമുക്ക് വേണ്ട ഷേപ്പ് നമ്മളതിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. റൗണ്ട് ആണോ എന്ന് ചോദിച്ചാൽ ആണ്, അല്ലയോ എന്ന് ചോദിച്ചാൽ അല്ല, അങ്ങനത്തെ ഒരു ഷേപ്പാണിത്. അതിൻ്റെ എക്സസ് ആയ പോർഷൻസ് നമ്മളൊന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ എഡ്ജസ് ഒക്കെ നമ്മളൊന്ന് റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. അതിൽ ഹൈറ്റിൽ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേറൊരു ക്ലേ പീസ് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലൊന്ന് ജസ്റ്റ് ആദ്യം ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ലെങ്ത് അനുസരിച്ചിട്ട് നമ്മളതിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൽ കുറച്ച് വെള്ളം സ്പ്രേ ചെയ്തിട്ട് ബ്രഷ് യൂസ് ചെയ്തിട്ട് അതൊന്ന് അതിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്, സ്റ്റിക്കായി നിൽക്കാൻ വേണ്ടിയിട്ട്. അത് കുറച്ച് പണിയുണ്ട് കേട്ടോ. നമുക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഭയങ്കര രസമാണ് ഇത് ചെയ്യാൻ. ടൈം പോകുന്നതേ അറിയില്ല. അങ്ങനെ നമ്മൾ അത് സെറ്റാക്കി എടുത്തു. അത് നമ്മളുടെ പേരൊന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി ഇത് രണ്ടേത് നമുക്കൊന്ന് ഉണക്കിയെടുക്കാം. ഇനി ഉണങ്ങിയതിന് ശേഷം കാണാം. രണ്ടാളും ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. നമുക്കൊന്ന് കളർ ചെയ്താലോ? ആദ്യം നമ്മളൊരു ഗ്രീനും വൈറ്റും മിക്സ് ആയിട്ടാണ് ഒരു ബേസ് കോട്ട് കൊടുക്കുന്നത്. ഫുള്ളായിട്ട് നമ്മൾ അതിലൊന്ന് ബ്രഷ് യൂസ് ചെയ്തിട്ട് ഈച്ച് ആൻഡ് എവറി പോർഷനിൽ നമ്മൾ കളർ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ പോർഷൻസിലും നമ്മളൊന്ന് ഗ്രീൻ കളറൊന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഗ്രിഡ് ലൈൻസ് വരച്ചെടുക്കാം. നേരത്തെ യൂസ് ചെയ്ത സെയിം ഗ്രീൻ കളർ തന്നെ യൂസ് ചെയ്തിട്ട് ആദ്യം വെർട്ടിക്കലായിട്ടും പിന്നെ ഹോറിസോണ്ടലായിട്ടും ഇതുപോലെ ഗ്യാപ്പ് വിട്ടിട്ട് നമുക്ക് കുറച്ചധികം ഗ്രിഡ് ലൈൻസ് ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. അതൊന്ന് സെറ്റായി കഴിഞ്ഞാൽ ഈ ആളൊന്നുകൂടെ മുഞ്ചനാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മിനി ഹാർട്ട്സ് വരയ്ക്കാം.
പിങ്ക് കളറിലാണ് ഞാൻ കൊടുക്കുന്നത്. നിങ്ങളുടെ പിങ്ക് അവൈലബിൾ ആയിട്ടില്ലെങ്കിൽ റെഡിൽ കുറച്ച് വൈറ്റ് കളർ മിക്സ് ചെയ്താൽ ഇത് ഈ കളറിൻ്റെ ഷെയ്ഡ് കിട്ടും. അങ്ങനെ കുറച്ചധികം ഹാർട്ട്സിനെ നമ്മൾ അങ്ങനെ ഗ്യാപ്പ് വിട്ട് എല്ലാ പോർഷൻസിലും നമ്മൾ കുഞ്ഞു ഹാർട്ട്സുകൾ ഇതുപോലെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നെക്സ്റ്റ് നമ്മൾ കുഞ്ഞു ട്രിങ്കറ്റ് സെറ്റാക്കാം. അതിലിത് നമ്മൾ ബാക്കി വന്ന പിങ്ക് കളറിനെ ഫുള്ളായിട്ടൊന്ന് അടിക്കുന്നുണ്ട്. ഈച്ച് ആൻഡ് എവറി പോർഷനിൽ നമ്മൾ കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് വേറെ തന്നെ നിൽക്കും. അങ്ങനെ എല്ലാ പോർഷൻസിലും അതിൻ്റെ എഡ്ജസ്റ്റിലും എല്ലാ പോർഷൻസിലും നമ്മളതുപോലെ പിങ്ക് കളർ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഡ്രൈ ആയതിനു ശേഷം നമുക്ക് കുറച്ച് വൈറ്റ് ഫ്ലവേഴ്സ് കൊടുക്കാം. 5 പെറ്റൽസ് ഉള്ള കുറച്ച് ഇതുപോലെയുള്ള ഫ്ലവേഴ്സ് ഒന്ന് ഗ്യാപ്പ് ഇട്ട് നമ്മളൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ടോപ്പ് പോർഷൻസിലും ഒക്കെ വരയ്ക്കുന്നുണ്ട് കേട്ടോ. ഇത് പിന്നെ നമുക്ക് കുറച്ച് ഡോട്ട്സ് കൂടെ ഇട്ട് കൊടുക്കാം. ആ ഫ്ലവറിൻ്റെ സെൻറ്റർ പോർഷനിൽ ബ്രഷിൻ്റെ ബാക്ക് പോർഷൻ യൂസ് ചെയ്തിട്ട് കുറച്ച് യെല്ലോയിഷ് കളർ കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളുടെ നെയിം ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈറ്റ് കളറിനെ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് നമ്മളുടെ പേരൊന്ന് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ രണ്ടാളെയും നമുക്കിനി ഉണങ്ങാൻ സെറ്റാക്കാം. രണ്ടുപേരും സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി എന്താ പരിപാടി എന്നല്ലേ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടച്ചപ്പ്. ഒന്ന് ഡ്രൈ ആയതിനു ശേഷം നമുക്കതിൽ വാർണിഷ് ഒഴിച്ച് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ലിക്വിഡ് വാർണിഷാണ് യൂസ് ചെയ്യുന്നത്. അതെ, എല്ലാ പോർഷൻസിലും ഒന്ന് വാർണിഷ് ഒഴിച്ചിട്ട് നമുക്കിത് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അടുത്തതിലും നമുക്ക് സെയിം തന്നെ വാർണിഷ് ഒഴിച്ചൊന്ന് പോളിഷ് ചെയ്ത് കൊടുക്കാം. ഈ വാർണിഷാണ് ആക്ച്വലി അതിനൊരു ഫിനിഷിങ് കിട്ടുന്നത് കേട്ടോ. ഇത് ചെറിയൊരു ഗ്ലൈസിങ് ഒക്കെ കിട്ടുന്നത് ഇതാണ്. അങ്ങനെ നമ്മൾ 2 ട്രിങ്കറ്റും സെറ്റായിട്ടുണ്ട്. നമുക്ക് വേണ്ട നമ്മളുടെ ഓർണമെൻറ്റ്സോ വാച്ചോ ബ്രേസ്ലെറ്റ്സോ എന്ത് വേണമല്ലോ അത് വെച്ചിട്ട് നമുക്ക് സൂക്ഷിക്കാം. എങ്ങനെയുണ്ട്? വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഇത് ട്രൈ ചെയ്ത് നോക്കാനും മറക്കരുത് കേട്ടോ. ആക്ച്വലി ക്ലേ ആർട്ട് എന്ന് പറഞ്ഞ ഒരു തെറാപ്പിയാണ്. ഭയങ്കര എൻജോയ്മെൻറ്റ് കിട്ടുന്ന ഒരു പ്രോസസ്സാണ്. നമ്മളെടുത്ത കുറച്ച് ഫോട്ടോസോട്ട് ലാസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതുപോലുള്ള വീഡിയോസായിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരേക്കും ബൈ.